വീഡിയോയിലേക്ക് പോകാം ഗൈസ്. ഭയങ്കര വൈറലായില്ല, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കണ്ണടച്ച് കിടക്കുന്ന ഞാൻ കണ്ടു, അതല്ലേ അടിപൊളി. ഓർത്തില്ല, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളി. എല്ലാ സീസണിലും ഇത് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ആ ചാനലിന് പി ആർ ഉണ്ട്, ആ ഷോനൊരു പി ആർ ഉണ്ട്, ഓരോണ്ട്. ബിക്കോസ് ഇതെന്ന് വെച്ചാൽ ഓരോ ആൾക്കാരും പോയേക്കുന്നത് ഇലക്ഷന് മത്സരിച്ച് മന്ത്രിയാവാനല്ല. ഉണ്ട് ചാനലിന് പി ആർ ഉണ്ട്, ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. ഏഷ്യനെറ്റിന് പി ആർ ഉണ്ട്, ഒരു ഷോ, ഒരു മത്സരമാണ്. ആ മത്സരത്തിൽ ജയിക്കാൻ വേണ്ടി പുറത്തും അപ്പൊ അതൊരു തെറ്റായ കാര്യമല്ല. നമുക്ക് പ്രചരണത്തിന് അണികളുള്ള പോലെ നമുക്ക് പ്രചരണം ചെയ്താലല്ലേ ഒരാൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥി. മന്ത്രി ഒന്നും ആവത്തില്ല, നീ പറയണേ. ഷോ ഒരു മത്സരമാണ്, ആ മത്സരത്തിൽ ജയിക്കാൻ വേണ്ടി പുറത്തും ആൾക്കാർ കളിക്കാൻ വേണം. അപ്പൊ അതൊരു തെറ്റായ കാര്യമല്ല. നമുക്ക് പുറത്തും കളിക്കാൻ ആൾക്കാർ വേണം കേട്ടാ, കളി പഠിപ്പിക്കും കേട്ടാ. ഇവൻ യവാള് കൊള്ളാം കേട്ടാ, തള്ളേ പുല്ലികള് തന്നെ. അണികളുള്ള പോലെ നമുക്ക് പ്രചരണം ചെയ്താലല്ലേ ഒരാൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാനും അല്ലെങ്കിൽ ആൾക്ക് വേണ്ടി വോട്ട് ചെയ്യാനും അത് പറ്റുള്ളൂ. ഇതൊരു മത്സരമല്ലേ, ആ മത്സരത്തിന് ഇവര് ചെയ്യുന്ന കണ്ടന്റ് അങ്ങനെ പുറംലോകം അറിയും. അപ്പൊ ഇവര് ചെയ്യുന്ന കണ്ടന്റ് പുറംലോകം അറിയണം. ഒരു ഏഷ്യനെറ്റ് എന്ന് പറയുന്നൊരു മീഡിയ മാധ്യമത്തിൽ കൂടെയോ അത് ജിയോ പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയോ മാത്രം കാണുന്ന ആളുകളല്ല. വേൾഡ് വൈഡ് യൂട്യൂബ് അങ്ങനത്തുള്ള കുറേ ഇൻഡസ്ട്രീസ് ഓഫ് ദ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം അങ്ങനെ കുറേ ഹാൻഡിൽ ചെയ്യുന്ന, അങ്ങനെ ട്വിറ്റർ അങ്ങനെ നീണ്ടു നിരന്നു പോകുന്ന ടിക്ടോക്ക് പോലത്തുള്ള ഒരുപാട് സാധനങ്ങളിലൂടെ ഇവന്മാര് പി ആറുകൾ ഈ ടി വി കാണുന്ന ആൾക്കാരിലേക്ക് മാത്രം എത്തിയാൽ മതിയോ? പോരാ, ഇവരുടെ തെറ്റും ശരിയും ലോകം അറിയണ്ടേ, മറ്റുള്ളവർ അറിയണ്ടേ. ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ലോകം അറിയണമെങ്കിൽ അതിന് പി ആർ വേണം. പി ആർ ചെയ്യണമെങ്കിൽ അതിന് മീഡിയാസ് വേണം. മീഡിയാസിന്റെ സപ്പോർട്ട് കൂടി പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ആ ഒരു കറക്റ്റ് സാധനം പുറം ലോകത്തിന് കിട്ടത്തുള്ളൂ. ശരി, ബാക്കി എന്തോ വല്ല ഉണ്ടാ പറയാൻ ഇനി ആരാർക്ക് പറയാനുള്ളത് എന്താണ്? ബിൻസി പറയുന്നു അല്ലെങ്കിൽ ശൈത്യ പറയുന്നു, എന്നിട്ട് ഇവരെന്താണ് ചെയ്യുന്നത്? ഇവരുടെ ഒരൊറ്റ സംസാരം മതി. ഇപ്പം ഇന്നലെ തന്നെ എനിക്ക് വന്ന മെസ്സേജുകളിൽ ഇപ്പം ഈ ബിൻസിയെ കൈ കിട്ടിയാൽ അടിക്കണം, ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ബിൻസിയെ അടിക്കാൻ തോന്നി, അല്ലെങ്കിൽ ശൈത്യയെ എന്തൊരു വൃത്തികെട്ട സ്ത്രീയാണ് ഇവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഇപ്പം കട്ടപ്പ എന്നല്ല ഇവരെ വിളിക്കേണ്ടത്, കട്ടപ്പ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കട്ടപ്പയ്ക്ക് പോലും അവമാനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് തങ്ങൾക്ക് പുറത്തുണ്ടായിട്ടുള്ള പേരുദോഷം മാറാൻ വേണ്ടി അകത്ത് കയറി ഇന്നലെ വരെ ഉണ്ടായിരുന്ന പേരുദോഷത്തെക്കാട്ടിയും വലിയ ദോഷവും ആക്ഷേപവും സ്വയം സൃഷ്ടിച്ച പമ്പൽ. സത്യാട്ടാ, അത് പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. അനുവിനെ ആവശ്യത്തിനും അനാവശ്യത്തിനും പോയിരുന്ന് അറ്റാക്ക് ചെയ്തിട്ട് ഫിനാലെ വീക്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അനുവിന് ഉണ്ടാക്കി കൊടുക്കുകയും അതിലൂടെ കപ്പിലേക്ക് എത്താനുള്ള സാധ്യത അനുവിന് കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന ഈ വിഡ്ഢികളാണ് അനുവിൻ്റെ യഥാർത്ഥ പി ആറുകളെന്നല്ലാതെ പുറത്ത് വിനു ക്രിയേറ്റ് ചെയ്ത പി ആറും മറ്റുമൊക്കെ നിങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ചിന്തിച്ചാൽ അതിൻ്റെ ഗുണം വിനുവിനെ കിട്ടും. ഓക്കെ, കേട്ടല്ലോ. വൈറലായില്ല, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കണ്ണടച്ച് കിടക്കുന്ന ഞാൻ കണ്ടു, അതല്ലേ അടിപൊളി. ഓർത്തില്ല, സന്തോഷം. ബിഗ് ബോസ് ആണ് എന്നെ ഇത്ര എത്തിച്ചത്. ഹൗസിലധികം കാണാത്ത ഒരാളാണ്, പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ സ്മൂത്തായിട്ടുള്ള ആളാണ്. അതുകൊണ്ടായിരിക്കും എന്നെ കാണാത്തത്. എന്നിട്ടും താങ്കളെ വിധവാക്കാരെ ഇറക്കി എന്ന് പറഞ്ഞ ഒരാൾ ആരോടൊക്കെ വെച്ചാൽ അവരോട് എന്താ പറയാനുള്ളത്? അവരെയും കൊടുത്തായിരുന്നല്ലോ, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യം കഴിഞ്ഞു. അവരെ തിരിച്ചു വരുന്നത് അല്ലാതെ അങ്ങോട്ട് കയറുമെന്ന് ഞാൻ പോകുന്നു. അങ്ങനത്തെ ഒരാളല്ല. ഇന്നലെ എല്ലാവരും ഒരു അനുസൃതി എന്ത് എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പം അനുസരിച്ച് ഇന്നലെയോ ഞാൻ കണ്ടു. ഫയറല്ല ഫ്ലവറാണ് തനിമകൾ പറഞ്ഞത്. അവരെന്നെ കളിയാക്കുന്നൊന്നുമല്ല, ഒരു തമാശ, എന്നെ ഒരു തമാശ രീതിയിൽ പറയുന്നതായിരിക്കും. അത് കളിയാക്കുന്നതായിട്ടൊന്നും എനിക്ക് അനുസൃതിയുടെ കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇനി അടുത്ത് നമുക്ക് കേൾക്കാനുള്ളത് ആരുടെ സംസാരങ്ങളാണ്? യൂണിവേഴ്സൽ ഹീറോ, യൂട്യൂബ് ചരിത്രത്തിലെ യൂണിവേഴ്സൽ ഹീറോയുടെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നാട്ടിൽ വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നിന്നോട് കുറേ സംസാരിക്കണം, മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സപ്പോർട്ടുകൾ ചെയ്തു തരാം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നോക്കാം എന്തായാലും ശുഭപ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും. നമ്മുടെ സ്വന്തം ചിത്രം മോനെ പറ്റി തന്നെയാണ് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, 3 വർഷമായി സ്വന്തം വീട് വിട്ടിറങ്ങി യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്ന ചിത്രൻ ഗൾഫിൽ പോയാണങ്ങ് പോയി കേട്ടോ. അത്രേ ഉള്ളൂ. ഇന്ത്യയുടെ പല സ്ഥലങ്ങളും നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത പാതയിലൂടെ ചിത്രൻ കിലോ കണക്കിന് 30-40 കിലോ കണക്കിന് വെയിറ്റും എടുത്ത് ബാഗും തൂക്കി മലമുകളിലും കാശ്മീർ മലകളുടെ മുകളിലും അങ്ങ് നേപ്പാളിലും പല അതിർത്തി പ്രദേശങ്ങൾ കടന്ന് അവൻ യാത്ര ചെയ്ത് നമുക്ക് വേണ്ടി വീഡിയോകൾ ചെയ്ത് അവൻ കാണിച്ചു. നല്ലൊരു സുഹൃത്താണ്. അവൻ തിരിച്ചു വന്നപ്പോൾ മന്ത്രി റിയാസ് വിളിച്ച് അവന് വേണ്ടുന്ന
ഫെസിലിറ്റീസ് ഒക്കെ ചെയ്തു കൊടുത്തു. പിന്നെ അവന് നിന്ന് ഉപദേശങ്ങൾ നേടി. ഈ നമ്മുടെ ടൂറിസം വകുപ്പിന് എന്തൊക്കെയോ ചിത്രം പറഞ്ഞു കൊടുത്തിട്ട് വേണം അറിയാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഉപദേശങ്ങൾ, സഞ്ചരിച്ച ആളല്ലേ, യാത്ര ചെയ്യുന്ന ആളല്ലേ, അങ്ങനെ ചിത്രനെ വിളിച്ച് ഉപദേശങ്ങളൊക്കെ തിരക്കി. ഇനിയിപ്പോൾ ട്രാവൽ വിത്ത് സബാൻ ഇങ്ങനെ എത്ര വീഡിയോ ചെയ്തു എന്ന് വെച്ച് ഇനിയിപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ ഇനി ട്രാവൽ വിത്ത് സബാന്റെ ഉപദേശങ്ങൾ തേടുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും നമ്മുടെ വീഡിയോ ഇതോടെ അവസാനിപ്പിക്കുന്നു, വൈൻഡ് അപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യൂ, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, വീണ്ടും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.